നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ മലയാളികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ളവർ ആശങ്കയിലാണ്. കാരണം യുദ്ധം നിലവിൽ പല രാജ്യക്കാരെയും ബാധിച്ചു കഴിഞ്ഞു. LPG ക്ഷാമം കാരണം പലയിടത്തും ഭക്ഷണത്തിന് വില വർദ്ധിച്ചു. ഇപ്പോഴെല്ലാം ഇതിനെല്ലാം പുറമെ പുതിയൊരു ആശങ്ക കൂടി ഉയർന്നു വരികയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും കടന്നു പോകുന്ന സബ്സീ കേബിളുകളുടെ സുരക്ഷയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായിരിക്കുന്നത്. ഈ കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം പോലും നഷ്ടമാകും. ഇന്ത്യയുടെ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 60% മുംബൈയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള നിർണായക വഴിയിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ കേബിളുകൾക്ക് തടസ്സം സംഭവിച്ചാൽ ഇന്ത്യയിലുടനീളമുള്ള ഇന്റർനെറ്റ് വേഗത, ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ, ക്ലൗഡ് സേവനങ്ങൾ എന്നിവയെ ബാധിക്കും. പ്രധാനമായും ചെങ്കടലിലൂടെ കടന്നു പോകുന്ന സബ്സീ കേബിളുകളുടെ കാര്യത്തിലാണ് ആശങ്ക ഉയരുന്നത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ഡാറ്റ ട്രാഫിക്കിന്റെ ഭൂരിഭാഗവും വഹിക്കുന്ന 17 സബ്സീ കേബിളുകൾ ചെങ്കടലിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ശേഷിക്കുന്ന 40%-ൽ ഭൂരിഭാഗവും ചെന്നൈയിൽ നിന്നും സിംഗപ്പൂരിലേക്കും പസഫിക്കിലേക്കുമാണ് പോകുന്നത്. സബ്സീ കേബിളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മിഡിൽ ഈസ്റ്റിലെ നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിൽ അവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് വലിയ വെല്ലുവിളിയാണ്. സാധാരണ സമയങ്ങളിൽ പോലും കടലിനടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറെ സമയവും പരിശ്രമവും ആവശ്യമായി വരാറുണ്ട്. ഇന്ത്യയിലെ എല്ലാ മുൻനിര ടെലികോം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനങ്ങളുടെയും സബ്സീ കേബിളുകൾ ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിനും അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. റിലയൻസ് ജിയോ, ഇൻഫോകോം, ഭാരതി എയർടെൽ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, വോഡഫോൺ ഐഡിയ എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ US കമ്പനികളെ ലക്ഷ്യവെക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആപ്പിൾ, ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ഇന്റൽ, ഒറാക്കിൾ, ടെസ്ല, എൻഡിവിയ, പാലന്റീർ തുടങ്ങിയ 18ഓളം പ്രമുഖ കമ്പനികളുടെ പേരെടുത്ത് പറഞ്ഞാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ട്രാക്ക് ചെയ്യുന്നതിനും വധശിക്ഷകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഈ കമ്പനികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഇറാൻ ആരോപിക്കുന്നു. ഈ കമ്പനികൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പരിധിയിലുള്ള താമസക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കമ്പനികളുടെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജീവനക്കാരോട് ഉടൻ അവിടങ്ങളിൽ നിന്ന് മാറാൻ ഇറാൻ നിർദ്ദേശിച്ചു. തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യം വെച്ച് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾക്ക് പ്രതികാരമായാണ് ഈ നടപടിയെന്നും ഇറാൻ. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ ഡ്രോൺ ആക്രമണം ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ഇന്ധന സംഭരണശാലകൾക്കും തീപിടിച്ചു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ വൻ തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ നാശനഷ്ടങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വക്താവ് അബ്ദുള്ള അൽ രാജി സ്ഥിരീകരിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ UAEയിലെ ആമസോൺ ഡാറ്റാ സെന്ററുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അത്യാധുനിക സ്ഫോടന വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആമസോൺ വെബ് സർവീസ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചത്. കെട്ടിടങ്ങളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന രീതിയിലായിരുന്നു ആക്രമണം. ഇതിനു പുറമെ ബഹ്റൈനിലെ ഒരു ഡാറ്റാ സെന്ററിന് സമീപവും സ്ഫോടനമുണ്ടാവുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ പ്രധാന ആശയവിനിമയ കേന്ദ്രങ്ങളെയും വ്യവസായശാലകളെയും ലക്ഷ്യം വെച്ച് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായും ഇറാനിയൻ സൈന്യം അവകാശപ്പെട്ടു. ഹീഫയിലെ AT&T, സീമെൻസ് തുടങ്ങിയ കമ്പനികളുടെ കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. നേതാക്കളുടെ വധത്തിന് പകരമായി അംഗഭംഗം വരുത്തുന്ന തിരിച്ചടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഇത് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും ആശങ്കപ്പെടുന്നുണ്ട്. ഏതായാലും വളരെ രൂക്ഷമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളെ തന്നെ പല മേഖലകളെയും സ്തംഭിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു കടുങ്കൈ ഇറാൻ ചെയ്യുമോ എന്നുള്ളതാണ് വളരെ ആശങ്കയോടുകൂടി തന്നെ ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കിക്കാണുന്നത്.